ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തലപതി വിജയുടെ ഏറ്റവും പുതിയ സിനിമയായ ദ ഗോട്ടിന്റെ ട്രെയിലറാണ്. അപ്പോൾ അത്യാവശ്യം പ്രതീക്ഷയോടെ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. കണ്ടു നോക്കാം. This is a new assignment. உங்களை லீட் பண்ண போகிறது ஒரு புது லீடர். 68 international successful operation. Hostage negotiator, field agent, spy. He is the goat of SATS. குழந்தை நல்லா இருக்கு, ஒன்றும் டென்ஷன் ஆகாத. எனக்கு குழந்தைய நினைச்சுதான் டென்ஷன் இல்லை, காந்தியை நினைச்சுதான் டென்ஷன். இப்பெல்லாம் அலோஃபா சுத்திட்டு இருக்காரு, வீட்டுக்கும் டைமுக்கு வரதில்லை. ஏதாவது பொண்ணோட தொடர்பு இருக்கும்னு கொஞ்சம் சந்தேகமா இருக்கு. விஷனுக்கு ஃபேமிலியோட ஹாலிடே போவானா, அதுவும் பேங்காக்கு குடும்பத்தோட போவானா? இந்த பெயினை கவுந்தியும் அனுபவிக்கணும். இல்லப்பா, யார் இன் டேஞ்சர். இது வரைக்கும் நிறைய பேர் காந்தி வேஷம் போட்டு பார்த்துருக்கேன். காந்தியே வேஷம் போட்டு பார்க்கிறேன். சென்னையில் ஏதோ ஒரு இடத்துல பாம்பு வைக்க போறாங்க. பிரச்சனையை விட்டு நீங்க ரெண்டு பேரும் சண்டை போட்டுட்டு இருக்கீங்க. முடியல, சொல்லு, நான் போட்டேன். வயசாயிடுச்சு, ஸ்குவாட் விட்டு போய் பல வருஷம் ஆச்சு. எப்படி யோசிக்கிறீங்களா? எவ்வளோ வயசான always alive. You think you can stop me? You think you can stop me? No one can stop me. மருதமலை மாமணியே தேவனின் குலம் காக்கும் வேலையா ஐயா. I'm waiting. എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ വിജയുടെ മാഷപ്പ് പോലെ തോന്നുമായിരുന്നു. ഒരുപാട് നല്ല ലെങ്ത് ഉള്ള ഒരു ട്രെയിലർ അല്ലേ. ശരിക്കും എനിക്ക് എച്ച് വിനോദ് വിജയുടെ അടുത്ത പടം ഡയറക്റ്റ് ചെയ്യുന്ന പുള്ളിയാണെന്നൊക്കെ പറഞ്ഞൊരു ഇത് കമന്റ് ഇവിടെ കണ്ടായിരുന്നു. പക്ഷേ ഇത് കാണുമ്പോൾ തോന്നുന്നു വിജയുടെ ലാസ്റ്റ് സിനിമയാണോ എന്ന്. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ വിജയുടെ പഴയ റെഫറൻസ്, പിന്നെ ആ ഒരു തോക്ക് കറക്കുമ്പോൾ വിജയുടെ സ്റ്റാർട്ട് ടു എൻഡ് ആയിട്ട് വരുന്ന കുറെ ക്യാരക്ടേഴ്സ് ഇങ്ങനെ കാണിച്ചു ഒരു അനിമേഷൻ നല്ല അതെന്റെ രസം ഉണ്ടായിരുന്നു. നമുക്കൊരു ആവേശം തോന്നിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ എനിക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, അതായത് ഇപ്പൊ ഇതിന് മുന്നേ വന്ന വിജയുടെ ഡി ഏജിങ് ലുക്ക് ഉണ്ടല്ലോ, അത് ട്രെയിലറിലോട്ട് വന്നപ്പോ അത്ര വൃത്തിയായിട്ട് തോന്നില്ല. മറ്റേ ആ പാട്ടിൽ വന്ന നല്ല ബോറായിരുന്നു. പക്ഷെ അത് ട്രെയിലറിലോട്ട് വന്നപ്പോ നല്ല വ്യത്യാസം ഉണ്ട്. അതിൽ എവിടെയോ ഒന്നോ രണ്ടോ സീനിൽ മാത്രം ചെറിയൊരു പ്രശ്നം തോന്നുന്നു. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്, ഈ ഡി ഏജിങ് ടെക്നോളജിയുടെ ആവശ്യം മൂലം വിജയ്ക്ക് ഒരു ക്യാരക്ടർ പുറകോട്ട് പോകാൻ ചെയ്യേണ്ട കാര്യമുണ്ടോന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പം നമ്മുടെ ധനുഷായാലും വിജയ്ക്കായാലും അത്യാവശ്യം മുടിയൊക്കെ ഒന്ന് ട്രിം ചെയ്ത് താടിയൊക്കെ ഒന്ന് പഠിക്കുമ്പോൾ മീശ വടിക്കുമ്പോ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഈ ഒരു ലുക്കിൽ അത്ര തൃപ്തനല്ല ഈ വിജയുടെ ലുക്ക്. കാരണം വിജയ് ഞാനും തൃപ്തനല്ല. പക്ഷെ ഇതിലോട്ട് സോങ്ങിൽ വന്ന പ്രശ്നം ഇതിൽ കാണാനില്ല, അത്രയ്ക്കൊന്നും മോശം കാണാനില്ല. ഇതിൽ കമ്പയർ ചെയ്യുമ്പോൾ അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതും ഓക്കെ ആണ്. പിന്നെ മൊത്തത്തിൽ എനിക്കൊരു ട്രെയിലർ കട്ട്സ്, എനിക്കെന്തോ ഒരു ഫാൻ മെയ്ഡ് ഡിയർ നൻബാൻ നൻബീസ് സ്റ്റാർട്ട്, പിന്നെ അണ്ണൻ വരാറ് വഴിവിട് എന്നുള്ള സംഭവമൊക്കെ, അതൊക്കെ സത്യം പറഞ്ഞ ഒരു മാഷപ്പില് അങ്ങനെ ചെയ്തതാണ് തോന്നിയത്. ഒരു ഫാൻ മെയ്ഡ് മാഷപ്പ് പോലെ തോന്നി. പിന്നെ ഒരു അച്ഛൻ വിജയായിട്ട് വരുന്ന കഥാപാത്രത്തിന്റെ ലുക്കും കാര്യങ്ങളെല്ലാം നന്നായിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റോറി ലൈൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്ക് നല്ല യങ് ആയിട്ടുള്ള ഒരു വിജയം കാണിക്കുന്നുണ്ട്, ജസ്റ്റ് വൺ ഷോട്ട്. അപ്പോൾ
അതും കൊള്ളാം. ഈ ട്രെയിലർ കണ്ട് നമുക്ക് പടത്തിന് വിജയം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കൊരു എനിക്ക് ട്രെയിലർ അങ്ങനെ ഭയങ്കര മോശം ട്രെയിലർ എന്ന് പറയാനില്ല, ട്രെയിലർ ഓക്കെയാണ്. എനിക്കും അങ്ങനെയാണ്. ഒരു ഭയങ്കര കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ വിജയ് ഫാൻസിന് നല്ല അടിപൊളിയായിട്ട് തോന്നായിരിക്കും. പക്ഷെ ചിലപ്പോ ഓവർ ഹൈപ്പ് ചെയ്ത് ട്രെയിലർ വന്നിട്ട് ഒരു സിനിമ ആവറേജ് ആകുമ്പോൾ ചിലപ്പം പ്രശ്നമാണ്. നല്ലൊരു ആവറേജ് ട്രെയിലർ വന്നിട്ട് ചിലപ്പോൾ സിനിമ എക്സ്ട്രീം ഗുഡ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറം തിയേറ്ററിൽ നമുക്ക് എന്തായാലും നമുക്ക് രണ്ടുപേർക്ക് ഈ പടത്തിന് നല്ല പ്രതീക്ഷ. കാരണം എനിക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രതീക്ഷ വയ്ക്കാൻ കാരണം ഞാൻ നല്ലൊരു വെങ്കട് പ്രഭു ഫാനാണ്. അല്ല, എനിക്ക് വെങ്കട് പ്രഭുവിന്റെ ഇഷ്ടമില്ലാത്ത സിനിമകൾ കുറച്ചുള്ളൂ. മാസ്, പിന്നെ എനിക്ക് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിലും പലയിടങ്ങളും എനിക്ക് ഇഷ്ടമാണ്. ഇടയ്ക്ക് മാത്രം ചെറിയ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മാസം എനിക്ക് ഒരു രീതിയിൽ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് വെങ്കട് പ്രഭു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പുള്ളിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ പടം എന്തായാലും ഞാൻ ഫസ്റ്റ് ഈ പടം നമ്മൾ എന്തായാലും കാണും. എന്നിരുന്നാലും അത് ഈ ട്രെയിലർ കാരണമല്ല, ഈ ട്രെയിലർ കാരണം എന്തായാലും ഞാൻ ഫസ്റ്റ് അങ്ങനെ ഒരു നമുക്കൊരു തിയേറ്ററിലേക്ക് നമ്മളെ വലിക്കണ ഒരു എലമെന്റിനകത്ത് ഇല്ല. പിന്നെ വെങ്കട് പ്രഭുവിന്റെ നമുക്ക് ഈ മാസിൽ അറിയാം, മാസിൽ പാളിയൊരു സംഭവം ഭയങ്കരമായിട്ട് VFX ആയിരുന്നു. ഇതിലും ഞാൻ അത് പറയാൻ വിട്ടുപോയതാണ്. ഇതിലും പലയിടത്തും VFX ഒരു ചെറിയ പോരായ്മയായിട്ട് നിൽക്കുന്നുണ്ട്. ഈ മാസില് വെങ്കട് പ്രഭുവിന്റെ മെയിൻ ആയിട്ട് പാളിയൊരു സംഭവം VFX. നമുക്ക് പ്രേതം വരുന്ന സീനിലൊക്കെ എന്റെ അടുത്ത് ചിരിക്കുകയായിരുന്നു. നമ്മളതിലൊരു സ്പൂക്കി റോൾ വരുമ്പോ എന്റെ അടുത്ത് ഇപ്പുറത്ത് ആൾക്കാർ ചിരിക്കുകയായിരുന്നു, ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ആ ഒരു എലമെന്റ് ആണ് ഇതിലും വരുമ്പോ പേടി. പക്ഷെ അത്രയും അങ്ങനെ ഒരിക്കലും മാസമായിട്ട് കമ്പയർ അങ്ങനെയൊന്നും പറ്റത്തില്ല. പടം എനിക്ക് ഒരു വിജയ് വെങ്കട് പ്രഭുവിന്റെ ഒരു മിഷൻ ഇമ്പോസിബിൾ സംഭവം പോലെ അങ്ങനത്തെ കുറെ എലമെന്റും കാര്യങ്ങളും. പിന്നെ ഞാൻ ശ്രദ്ധിക്കാത്തതാണോന്ന് അറിയില്ല, നമ്മുടെ ഇന്നത്തെ ഒരു പോസ്റ്റർ വന്നായിരുന്നു, ഒരു ബിൽഡിംഗിൽ നിന്ന് വിജയ് താഴെ അങ്ങനത്തെ ഒരു സീൻ. അത് മോശം പോസ്റ്ററുകൾ ചെയ്തതായിരിക്കാം. പക്ഷെ അങ്ങനത്തെ ഒരു സീൻ പോലെ വന്നു നല്ല രസമായിരുന്നു. ഞാൻ അപ്പോഴെനിക്കൊരു മിഷൻ ഇമ്പോസിബിൾ വൈബ് അതിൽ കിട്ടി. ഇതില് എന്റെ ഒരു അഭിപ്രായത്തിൽ പറയണം, ഇത്രയും നീട്ടിക്കൊണ്ടുപോയി ഒരുപാട് ഷോട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇടുന്നതിനേക്കാളും ആവശ്യമുള്ള ഒരു കുറച്ച് ഷോർട്സ് ആവശ്യമുള്ള കട്ടാക്കിയിട്ട് ഒരു ലിമിറ്റ് ആക്കി ഒരു 2 മിനിറ്റ് ഒക്കെ ഉള്ള ഒരു ട്രെയിലർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇമ്പാക്ട് കിട്ടണേ. എനിക്ക് അങ്ങനെ തോന്നുന്നത്, ചിലപ്പം എന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം, എനിക്ക് അങ്ങനെ തോന്നുന്നു, അങ്ങനെ പറയാം. പക്ഷെ ഇതിപ്പോ ഒരുപാട് ലെങ്ത് ഉണ്ട്, 2 മിനിറ്റ് 51 സെക്കൻഡ് എന്തോ ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു പോരായ്മ ഉണ്ട്. ഒരുപാട് ഷോർട്സ് ഇങ്ങനെ കട്ട് ചെയ്ത് നേരത്തെ പറഞ്ഞ ഒരു മാഷപ്പ് ലെവലിൽ കൊണ്ടുപോയിക്കുന്നത് പോലെ എനിക്ക് തോന്നി പേഴ്സണലി. പ്രത്യേകിച്ച് ഇതിന്റെ ഒരു എടുക്കുന്ന രീതിയും പിന്നെ ഇന്ന് വന്ന പോസ്റ്റർ ആയാലും ഇന്നലെയാണ് ഒരു പോസ്റ്റർ വന്നതെല്ലാം ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് സംഭവത്തിന്റെ ബിൽഡ്. അപ്പം അതങ്ങനെ തന്നെയാണ് നമുക്ക് പോസ്റ്റർ കാണുമ്പോൾ എല്ലാം തൊന്നില് ഒട്ടുമിക്ക ഷോർട്സും അങ്ങനെ തന്നെയാണ്. ആ ഒരു നിലവാരത്തിന്റെ ഷോർട്സിലെല്ലാം ഉണ്ട്. പക്ഷെ ട്രെയിലർ കട്ടിലേക്ക് വന്നപ്പോ ഈ നൻബീസ് അവിടെ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഒരു പ്രത്യേക ലൊക്കേഷനിലേക്ക് വലിച്ചിടുകയാണ്, എന്ന് ഒരു റീജിയനിലേക്ക് വലിച്ചിട്ട് പിന്നീട് നമ്മൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യണം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. എനിക്ക് ഒന്ന് കണ്ടോന്ന് അറിഞ്ഞൂടാ. ഞാൻ ഫസ്റ്റ് തുടക്കത്തിലെ ഞാൻ ചോദിച്ചൊരു കാര്യമാണ്, ഫാൻ മെയ്ഡ് ആണ്. കാരണം അതുപോലെയാണ് ഡിയർ നൻബീസ്, അതുപോലെ തന്നെ അണ്ണം വഴി വീടുന്നൊക്കെയുള്ള രീതി. എനിക്ക് ഞാൻ പേഴ്സണലി ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ട്രെയിലർ ഇറങ്ങി ഇത് സത്യം പറയല്ലോ, ഞാൻ ഇത്രയും കുറെ നാളുകൊണ്ട് നമ്മൾ ഈ സിനിമയും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ നോക്കി, വിജയുടെ സൂര്യയുടെ ആയാലും. പക്ഷെ ഒരു വിജയുടെ സിനിമയ്ക്ക് ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു പടം ഞാൻ പറയാൻ കോട്ടാണ്. കാരണം അതിലിറങ്ങിയ ഓരോ അപ്ഡേറ്റും, അതിപ്പോ ഇത്രയും നാൾ ഇറങ്ങിയാലും വിജയുടെ ഒരു സോങ് 2-3 സോങ് ഇറങ്ങിയിട്ട് ഒരു ഓളം സൃഷ്ടിക്കാൻ പറ്റാത്ത പാട്ടുള്ള സിനിമകളിലെ സോങ് ഇറങ്ങുമ്പോൾ അത് ട്രെൻഡിങ് ഉറപ്പാണ്. അത് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് കയറാൻ പറ്റത്തില്ല, എവിടെ നോക്കി അതിന്റെ റീലുകളാണ്. അപ്പൊ അതിന് പറ്റാത്ത ഒരു രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു കോട്ട. അപ്പൊ അത് മാറ്റാൻ ഈ ട്രെയിലർ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എനിക്ക് തോന്നുന്നത് നല്ല സ്റ്റാൻഡേർഡ് വിഷ്വൽസ് കൊണ്ട്. പക്ഷെ എവിടെയും എനിക്ക് തോന്നുന്നു ഇനി ഈ വെങ്കട് പ്രഭുവിനുള്ള ഒരു അമിതമായ വിജയ ആരാധനയാണോ, വിജയനുള്ള വെറുപ്പാണോന്നും അറിയില്ല, എന്തിനാണോന്ന് അറിയില്ല. ഈ ഒരു എല്ലാത്തിലും ഒരു ഫാൻ മെയ്ഡ് സംഭവം പോലെ കയറ്റി വെക്കുന്ന എന്തിനാണെന്ന് എനിക്ക് അറിയാം. അത് വിജയെ പോലെ ഒരു സ്റ്റാറിനെ പുള്ളിയുടെ കയ്യിൽ കിട്ടിയപ്പോ അത് യൂസ് ആക്കാൻ വേണ്ടി ഫാൻസിനെ അഡ്ലി ആയാലും അവരായാലും ആ ട്രെയിലറിലൊക്കെ ഒരു സ്റ്റാൻഡ്. ഇപ്പം മെർസലിന്റെ ഒരു ഇമേജുകൾ സംഭവം ഉണ്ടായിരുന്നു മറ്റേ. എനിക്ക് അപ്പോഴേ അവിടെ നിന്ന് എനിക്ക് മെർസലിന് ഇത് കാണിച്ചു, മെർസലൊക്കെ എന്ത് സ്റ്റാൻഡേർഡാണ് സംഭവിക്കുന്നത്. പക്ഷെ ഇതൊരു പ്രത്യേക ലൊക്കേഷനിൽ റീജിയനിലെ കഥ പറയുന്ന ഒരു സംഭവം ആയിട്ട് പോലും ഇങ്ങനെ എണ്ണം വരാതെ ഒരു സംഭവമൊന്നും അതിൽ വരുന്നില്ല. ഇത് അവരുദ്ദേശിച്ച ഒരു രീതിയിൽ ഒരു സ്റ്റാൻഡേർഡ്, അത്ര ഹൈ സ്റ്റാൻഡേർഡിൽ ചെയ്ത് വെച്ചേക്കുന്ന പോലെയാണ് ഇതുവരെ ഇറങ്ങിയ പോസ്റ്റേഴ്സ് ആയാലും എല്ലാ രീതിയിലും ഒരു സംഭവം ഉണ്ട് ഇതിന്റെ വിഷ്വൽസിൽ. മേ ബി സിനിമയിൽ നിന്ന് കാണൂല, ഓക്കെ, എന്നിരുന്നാലും നമുക്ക് അതിനൊരു അപ്ഡേറ്റ് തരുമ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്യേണ്ടതായിരുന്നു. ഞാൻ നല്ല പ്രതീക്ഷയിലായിരുന്നു. ഞാൻ എന്റെ പ്രതീക്ഷയെ മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം മാത്രം. പക്ഷെ ഇതിന്റെ കുറ്റം പറയാനൊന്നുമില്ല സാധനം. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച ലെവൽ
കാരണം വിജയെ പോലെ എത്രയുള്ള സ്റ്റാറുള്ള ആക്ടർ പുള്ളിക്കാരൻ എഫേർട്ട് മാക്സിമം ഇട്ടുകൊണ്ട്. പക്ഷെ ഞാനിപ്പോ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാവരുത് ലാസ്റ്റ് സിനിമ. എനിക്ക് എച്ച് വിനോദിന്റെ സിനിമ ആയിരിക്കണം. അതെ, അതായിരിക്കണം ലാസ്റ്റ് സിനിമ എന്ന് എനിക്കൊരു ആഗ്രഹം. അല്ലെങ്കിൽ ഒരു ലോകേഷ് പടം ആയാലും ഏതെങ്കിലും ഒരു രീതിയിൽ അങ്ങനത്തെ ഒരു രീതിയിൽ വിജയ കൊണ്ട് ചിലപ്പോ ഈ പടം മോശമായിരിക്കും, അതിനേക്കാളും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ട്രെയിലറിൽ നമുക്ക് ഒരു ഓവർ ഒരു എന്താ പറയുക ആവശ്യമില്ലാത്ത കുറെ ഒരു ഫാൻ എലമെന്റ് കുറെ കുത്തിക്കയറ്റിയതുപോലെ ഫീൽ ചെയ്തു. പക്ഷെ അതിനിപ്പം ഇപ്പൊ ലാസ്റ്റ് വരുന്ന ഒരു സോങ് ആയാലും അതൊക്കെ ഫാൻ എലമെന്റ് ആണെങ്കിലും അത് കൊള്ളാം. പിന്നെ ഈ ആ ഒരു സ്റ്റാർട്ട് എന്റെ ആ ഒരു ലാസ്റ്റ് പാടിയ പാട്ടും ആ കോമഡി സീനൊക്കെ നല്ല രസമാണ്. പുള്ളി ആ ഒരു സോണില് പുള്ളി വേറൊരു ലീഗിൽ, അതെ, അത് പുള്ളിയുടെ ഒരു സ്ഥലമാണ്. അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എനിക്കിതിൽ വേറെ ഇഷ്ടപ്പെട്ട എന്താ, സിനിമാറ്റോഗ്രാഫി ഓക്കെ ആയിരുന്നു. പോരായ്മയായിട്ട് എനിക്ക് പറയാൻ തോന്നിയത് VFXന്റെ കാര്യവും പിന്നെ ഇതുപോലെ ഈ ഫാൻ എലമെന്റ് ഒരുപാട് കുത്തിക്കയറ്റി ഇതുപോലെ തോന്നിയത് മാത്രമാണ് എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം ഓക്കെയാണ്, വിജയ് ഓക്കെയാണ്. വിജയുടെ ആ ഡി-ഏജിങ് ലുക്ക് മറ്റേനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഫാർ ബെറ്റർ ആണ്. അപ്പൊ നല്ലൊരു കഥ കാണും. തമിഴ്നാടിലേക്ക് വരുന്ന പക്ഷേ വിജയുടെ ആ ഒരു അച്ഛൻ ക്യാരക്ടറിനെ ഒരുപാട് ഏജ് ലാസ്റ്റ് ഒരു ഏജ്ഡ് ആയിട്ടുള്ള പുള്ളി കാണിക്കുന്നുണ്ട്. ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അപ്പൊ അത് എനിക്കൊരു ട്രാവലാണ്, ഒരുപാട് വർഷത്തെ ട്രാവൽ ഈ സിനിമയ്ക്കകത്ത് പറയുന്നു തോന്നുന്നു. നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് കാണുമെന്ന് പ്രതീക്ഷയുണ്ട്. അതെ, പിന്നെ ഞാൻ ജയറാം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയണത്. ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ ജയറാമിനെ കണ്ടപ്പോൾ ജയറാം എനിക്ക് ഒരു മറ്റേ കമൽഹാസനെ പഞ്ചതന്ത്രം എന്തൊരു സിനിമ ഉണ്ടല്ലോ, കമൽഹാസൻ ജയറാം അവരെല്ലാരും കൂടെ ഒരു ഗ്യാങ് ആയിട്ടുള്ള ഒരു പടം പഞ്ചതന്ത്രം അങ്ങനെ എന്തോ അല്ലേ സിനിമയുടെ പേര്. അതിലുള്ള ആ ഒരു ലുക്ക് പോലെ തോന്നി പുള്ളിയുടെ ജയറാമിനെ കണ്ടപ്പോ. എന്തായാലും സ്റ്റിൽ വെങ്കർ പ്രഭുവിലും വിജയിലും പ്രതീക്ഷയുണ്ട്. സിനിമ ഒരു മികച്ച സിനിമയാവുന്ന പ്രതീക്ഷയുണ്ട്. ഈ ട്രെയിലറിൽ നമുക്ക് കണ്ടൊരു കുഴപ്പം ഈ ഒരു ചിന്ന ഈ ഫാൻ എലമെന്റ്സ് അധികമായി കിടക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എക്സ്ട്രീം ഗുഡാണ്. പിന്നെ VFX സിനിമയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തിയേറ്ററിലേക്ക് വരുമ്പോൾ ബെറ്റർ ആകുമെന്ന് സെപ്റ്റംബർ 5 ചിലപ്പോൾ ഈ ഒരു ചെറിയ സ്ക്രീനിലേക്ക് തന്നെ കൺസ്ട്രെയിൻഡ് ആകുമ്പോൾ വരുന്നൊരു പ്രശ്നമായിരിക്കാം. ചിലപ്പോൾ തിയേറ്ററിലേക്ക് വരുമ്പോൾ അധികം ഇതിൽ ഭയങ്കര പ്രശ്നമൊന്നുമില്ല, ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിലിംഗ്. അപ്പം മൈന്യൂട്ട് ഡീറ്റെയിൽ അത്രേ ഉള്ളൂ. അപ്പം അത് പിന്നെ നമ്മൾ ഈ ഒരു അത്രയും വലിയൊരു സിനിമയായിട്ടാണ് കാണുന്നത്. നമ്മളൊരു ചെറിയ സിനിമയായിട്ട് ഇതിന്റെ ട്രെയിലർ നമ്മൾ കാണേണ്ട കാര്യമില്ല. അത്രയും വലിയ ഒരു ആക്ടറിന്റെ അത്രയും വലിയ ഡയറക്ടറിന്റെ സിനിമ വരുമ്പോൾ നമുക്ക് അത്രയും നല്ല പ്രതീക്ഷകൾ തന്നെ കാണാം. അതുകൊണ്ടാണ് ഇത്രയും എടുത്ത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ സിനിമയ്ക്ക് നമ്മൾ ഒരു നല്ല വിജയാശംസകൾ നേരുന്നു. സെപ്റ്റംബർ 5 തിയേറ്ററിൽ ഞങ്ങളുണ്ടാവും. അപ്പോൾ അതുവരേക്കും ടിൽ ദെൻ ഗുഡ് ബൈ.